അപ്പൊ ഈ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും നാട്ടില്, ലോകത്തുണ്ടാവും. പക്ഷെ ഇതിൽ അടി നടക്കണമെന്ന് വെച്ചാൽ കേരളത്തിന്റെ ഉള്ളിലും മനസ്സിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഏത് ഈ മതവും തീഷ്ണമായിട്ടുള്ള മതവിശ്വാസം അതെങ്ങനെ ഫീൽ ചെയ്യണമെന്ന് വെച്ചാല് അപ്പൂന്റെ ഉള്ളിലും ചിലപ്പോൾ ഉണ്ടാവും ഈ സാധനം, ഈ എലമെന്റ് ഇപ്പം എങ്ങനെയെന്നറിയോ? നമ്മളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് തീവ്രമായിട്ട് ഒരു ധ്വംസിക്കുന്ന കാണുമ്പോ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അവനെ ആക്രമിക്കണം എന്നല്ല, അവൻ എന്തിനാണ് ചെയ്തത്. ഇത് പല ആവർത്തി ഇങ്ങനെ അറിയുമ്പോഴാണ് എന്തുണ്ടാവുക, ഈ മൈൽഡായി കിടക്കുന്ന ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഇവന്മാരെ കൊണ്ട് ശല്യമായല്ലോ എന്നുള്ള തോട്ടിലേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു മതത്തിന്റെയോ ഒരു വിശ്വാസത്തിന്റെയോ എന്തിന്റെ തന്നെയായിട്ടുള്ളതിലും ഒരു കാരണങ്ങളെ അതിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരാൾക്ക് അതിനെ ധ്വംസിക്കണ കാണുമ്പോ അപ്പൊ ഈ വ്യത്യാസങ്ങളെ ഈ പറഞ്ഞ നമ്മുടെ ഉള്ളിലും ഈ സാധനം കെടുക്കും, ഈ ഒരു ബുദ്ധിമുട്ട് കെടുക്കും. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്തവനെ ധ്വംസിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത വലിയ കാര്യമാണ്. മനസ്സിലായ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഗ്രഹാരാധകനല്ലാത്ത ഒരാൾക്ക് വിഗ്രഹ ധ്വംസനം നടത്തുന്നത് പുണ്യപ്രവൃത്തിയായിട്ട് വിശ്വസിക്കുന്ന ആൾക്ക് അത് ചെയ്യുന്നത് അയാൾക്ക് ശരിയാണ്. അത് ഇത് പലവരുടെ ഇതാണ് പറഞ്ഞത്, ഒരുപോലെ അല്ല ഒരു മതവും. അതാചരിക്കണാണ് അവൻ പറയണത്. അപ്പൊ നമ്മളപ്പോ ഒരു സങ്കര സമൂഹമാകുമ്പോ നമ്മളൊരു ഒരു ഇൻബാലൻസ് വരണ്ട, അല്ലെങ്കിൽ പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട് അതിനെ ചില പോയിന്റുകൾ നമ്മൾ സമരസപ്പെടുത്തി കോംപ്രമൈസിൽ നിൽക്കും. ഇവര് തീക്ഷ്ണമായിട്ട് ആചരിക്കണ്ട, അതില് നല്ല ഭാഗങ്ങൾ മാത്രം എടുത്ത് ആചരിക്കുക. എല്ലാ മതങ്ങളിലും കുറെ പ്രശ്നങ്ങൾ പിടിച്ച സ്ഥലങ്ങളും ഉണ്ടാവും. ഹിന്ദു മതത്തിനാണ് പ്രശ്നം കുറവായതിന് കാരണം ഇല്ല എന്നല്ല പറയണത്. കുറവായതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ടും ഇതിനെ പരിവർത്തനം ചെയ്ത് തന്നെ ഉള്ളിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയിട്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇത് ഒരു വലിയ എന്തുകൊണ്ട് പറയാം, ഈ അപ്പർ ഹൈ ക്ലാസ് എന്ന് പറയുന്ന ഒരു വർണ്ണ വിഭാഗം ഉണ്ടല്ലോ, വർണ്ണവിഭാഗം, വർണ്ണത്തിൽപ്പെടുന്നവര്, അവരുടെ ഇടയിൽ തന്നെ ഭയങ്കര അനാചാരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കാലത്തായപ്പോ മാറി. പക്ഷെ മാറി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എടുത്തു പറയാം, ഇതായിട്ട് പറയാം, വേറെ ഇതൊന്നുമില്ല, ഫ്രാങ്ക് ആയിട്ട്. ഇപ്പൊ നമ്പൂരിമാരെ ഇല്ല നമ്മള് പറയുമ്പോ എന്താ അവര് ഭയങ്കര ഇതാണ്, ശരിയാ. നമ്മള് പറയുമ്പോ ഇപ്പൊ ഹേർട്ടാവും. പക്ഷെ എന്നാലും നമ്പൂരിമാരെ ഇല്ലത്തിനകത്ത് അവരിപ്പോ ബാക്കിയുള്ള ജാതിക്കാരൊരു ഇത് എന്നുള്ളത് ഇപ്പോഴും ഉണ്ടാവും. ഞാൻ പല സ്ഥലങ്ങളിലും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഇല്ലങ്ങളില് അകത്ത് തേവാരോ വെച്ചാരാധനയോ ഉണ്ടാവും. അപ്പൊ അവരുടെ അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മളവിടെ കയറേണ്ട കാര്യമില്ല. അതായത് നമുക്ക് ആ കമ്മ്യൂണിസ്റ്റ് മൈൻഡ് ഒന്നുമില്ല, വിപ്ലവ മൈൻഡ് ഒന്നുമില്ല. അവന്റെ ഇല്ലത്ത് ഞാൻ കയറിയേ തീരൂ എന്ന് വിചാരിക്കുന്ന ഒരാളല്ലേ. അവന്റെ പ്രൈവസിയാണ്, അവന്റെ സ്ഥലമാണ്. അവിടെ ഞാൻ കയറില്ല. അയാളുടെ പ്രൈവസിയിൽ ഇടപെടുന്നതല്ല. ഇപ്പൊ പുറത്തേക്ക് ഒരാൾ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ദാഹിക്കുമ്പോ ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം, അതാണ് വിഷയം. അതാണ് അയാളുടെ വീട് എന്തായിക്കോട്ടെ, അതില് വിഷയം എന്താണെന്നറിയോ? ഇല്ലങ്ങളുടെ ഉള്ളിലാണ് ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഞാൻ പറയാം. പുറത്തേക്ക് ഡിസ്കസ് ചെയ്താൽ തല്ലി കിട്ടും. അതൊരു രസമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്നറിയോ? കാലങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു അബച്ച എന്ന് പറയുന്നത് ഒരു തകർച്ച ആണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരാൾ ഈ പറഞ്ഞോട്ട് ഒരു ഇല്ലത്ത് പോയിട്ടോ നമ്മളതിനൊന്നും ഇടവഴിയിട്ടില്ല, ചെല്ലേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യ കാലത്ത് ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ആരാധന സമ്പ്രദായങ്ങളോട് കയറരുത്, അവരുടെ മറ്റൊരു വിശ്വാസത്തിൽപ്പെട്ട ആള് അതിനെ ക്രോസ് ഓവർ ചെയ്യുന്നുള്ള അവരുടെ ധാരണയാവാം. കാലാന്തരം പോയപ്പോ ഇതെന്തായി, ഇവര് പ്രൊമനന്റ് ആയപ്പോ, രാജ്യത്ത് പ്രൊമനന്റ് ആയപ്പോ, കാരണം രാജാവിനേലും വലിയ പുരോഹിതനായിട്ട് ഒരു മാറിയപ്പോ, രാജാവിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജ്യോതിഷനെ വിളിക്കുന്ന ഇയാളെ വെച്ചിട്ട് പൂജ ചെയ്യിപ്പിക്കല്ലേ. ഇവർക്കൊരു വലിയൊരു അൾട്ടിമേറ്റ് ഒരു അധികാരം വന്നപ്പോ ഇവര് ഏത് പൊക്കത്തായി. ആ പൊക്കത്തെത്തിയപ്പോ ഈ പുരോഹിത വിഭാഗം അവരെന്താ ചെയ്തത്, പൊക്കത്തെത്തി കഴിഞ്ഞ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ റീച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം അവര് ക്രിയേറ്റ് ചെയ്തു. അതെ 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 അതെ. അപ്പോ നിങ്ങള് ഞങ്ങളെങ്കിലും അകന്ന് നിൽക്കണം എന്നുള്ള സാധനം ഇത് പിന്നെയും പിന്തുടർന്ന് വന്നിട്ട് ഇപ്പോഴും അപ്പു പറഞ്ഞ ഈ അവസ്ഥയിൽ വന്നിരിക്കുന്നത്. ഏത് വെള്ളം കൊടുക്കുമ്പോ ഒരു ബുദ്ധിമുട്ട്, ഞങ്ങൾ ദൈവത്തിന്റെ ആൾക്കാരല്ലേ എന്നുള്ള മനസ്സിൽ കിടക്കുന്ന സാധനമില്ലേ, അതിപ്പോഴും ആ ഓർമ്മകളായിട്ട് പ്രവർത്തിക്കുന്നതാണത്. അപ്പോ അവരുടെ മനസ്ഥിതി മാറ്റാൻ നമുക്ക് അവരുടെ തലമുടി കയറിക്കാൻ പറ്റത്തില്ല. അവരുടെ ഓർമ്മയാണത്. അവര് ഇനി ജനിച്ചു വീണ കുട്ടികൾക്ക് ജനതിക സ്മരണകൾ ഉണ്ടാവും, അവിടെ തന്നെയാണ് ജീവിക്കുന്നെങ്കിൽ. അത് മാറണ എങ്ങനെയാണെന്നറിയോ? ഇവിടെ നിന്ന് പുറത്തൊരു പോയി ഒരാൾ പുറത്ത് ജോലിക്ക് പോയി,
ബിലാത്തിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഒരു അയൺ ഫാക്ടറിയിലോ എവിടെയെങ്കിലൊക്കെ ജോലിക്ക് പോയി. അയാൾ അവിടെ നിന്ന് ഒരു പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. അവർക്ക് ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടിക്ക് ബോധമുണ്ടാവും, ചിലപ്പോൾ ലോകപരം വേറെ ഉണ്ടാവും. പക്ഷെ ഈ ഇല്ലത്ത് തന്നെയാണ് ജനിക്കുന്നെങ്കിൽ ഈ ഓർമ്മ ഉണ്ടാവും. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അതിലും ഒരു കോമഡിയാണ്. നമ്മളിവിടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല കുറെ പുസ്തകം വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലേറ്റ് ചെയ്യാന്നാണ് അർത്ഥം. സ്വയം പ്രഭാവിതരാവുക എന്ന് പറയും, സ്വയം പ്രകാശം ഉള്ളവനാവുക. നമ്മളിപ്പോ കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റേറ്റ് ആയിക്കോട്ടെ സെൻട്രൽ ആയിക്കോട്ടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഏത് ഈ ഇതേപോലുള്ള എഡ്യൂക്കേഷൻ ഇപ്പൊ കറന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു. അല്ല, മനുഷ്യന് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതാണ് പ്രശ്നങ്ങള്. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. സംഭവം രസമുള്ളൊരു വിഷയമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന സാധനം നമ്മളെന്താണ് കാലാന്തരം ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് ചെറിയ ചെറിയ പേര് മാറ്റം നടത്തുക, അവരുടെ മൂല്യം മുട്ടും മുളിയും. ബേസിക്കലി സ്ട്രക്ചർ അങ്ങനെ ആയിരിക്കും പോവുക. പക്ഷെ പഴയ രീതിയിലത്തെ സമ്പ്രദായം അനുസരിച്ചിട്ട് ഒരു വിദ്യ വൃത്തിയായി പഠിക്കാൻ നോക്കുക. അതപ്പോ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വരുന്നതുകൊണ്ട് ശില്പം വിദ്യ പഠിക്കുന്നത് അഞ്ചവരൊക്കെയുള്ള ശില്പികളുടെ മക്കള് ശില്പ വിദ്യ തന്നെ പഠിച്ചിങ്ങനെ പോകും. അതിലവർ അഗ്രഗണ്യരായിരിക്കുള്ളൂ. അങ്ങനെ അപ്പൊ നമ്മള് ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ വിദ്യാഭ്യാസവും കിട്ടുന്നുണ്ട്, അറിവുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് വെച്ചാൽ നമ്മളുടെ തെറ്റായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അറിവ്. ഇന്ന് അറിവ് എന്ന് വെച്ചാൽ ഇൻഫർമേഷനാണ്. ഒരു കൂട്ടം മറ്റേ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അറിയുക എന്നുള്ളതാണ്, ഇത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ തലയെ കയറ്റി വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അറിവ് എന്ന് പറഞ്ഞ സാധനം. ശരിക്കും അറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ജ്ഞാനത്തിനാണ് അറിവ് എന്ന് പറയാം. ജ്ഞാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തിരുന്ന് പഠിക്കണമല്ല, പ്രാക്ടീസ് ചെയ്ത ഒരു സാധനമാണ്. തിരിച്ചറിയാന്ന് പറയില്ലേ, അതിന് അറിവും തിരിച്ചറിവും ഉണ്ട്. അറിവെന്ന് വെച്ചാൽ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടാക്കുന്നത്, തിരിച്ചറിവെന്ന് വെച്ചാൽ ഇതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള അറിവാണ്. ഒരു സാധനം അപ്പൊ ഒരു വിദ്യ പഠിച്ചു, ആ വിദ്യ എവിടെ പ്രയോഗിക്കണം എന്നുള്ളതാണ് തിരിച്ചറിവ്. അതിനാണ് ഞാനെന്ന് പറയണത്. ഇത് കുറവുണ്ട്.